ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ഹന്തി നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ടും. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ് ഇതിന്. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായത് കാരണം തന്നെ നമ്മളിത് ഓയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അല്ലാതെ ഏത് ഓയിലും നമുക്ക് എടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മൾ ഒന്നിച്ച് പേസ്റ്റാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ മസാലകളൊന്നും ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചേർക്കണില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ല തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിന് വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ്റെ പീസസ് എല്ലാം ഒന്ന് വൈറ്റ് കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മൾ മഞ്ഞൾ മുളകൊക്കെ ചിക്കനിൽ പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലാ പീസസും ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകം, നല്ല ജീരകമാണ്. ജീരകം ഒന്ന് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 3/4 കിലോ ചിക്കൻക്ക് 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക. നല്ല നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരുപാട് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുണ്ടവർക്ക് ഒരുപാട് മുളക് ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിയും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ആ മസാലയുടെ ഒരു കുത്തായി പോവും. ഇനി ഇതിലേക്കൊരു 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിതിലേക്ക് ഇനി തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒരുപാട് ചേർക്കരുത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഉള്ളി തക്കാളി എല്ലാത്തിലും അളവിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്നും കൂടെ അടച്ചു വെക്കാം. നമ്മൾ ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അടച്ചു വെക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ മുഴുവനായിട്ടൊന്നും വെന്തിട്ടില്ല കേട്ടോ. വേവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി. നമുക്കിവിടെ യോഗട്ടാണ് അധികം കിട്ടുന്നത്, അത് അധികം പുളിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ സാധാ നാടൻ തൈരൊക്കെ ആണെങ്കിലും നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയല്ല ഇതിൻ്റെ ഒരു ഗ്രേവി, കുറച്ച് തിക്കായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം മതി. വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തതാണ്, ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ നല്ല വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കീറിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ കീറാണ്ട് മുഴുവനായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി നമുക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് ക്രീം ഒരു അര കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ നിങ്ങൾക്ക് ചേർക്കാം. ഈ ക്രീം നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ക്രീം ചേർക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കറിവേപ്പിലൊന്നും ചേർക്കരുത്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തന്നെ ചേർക്കുക. ഇനി കുറച്ച് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്ക് ഈ ഒരു ഇതിന് നല്ലൊരു ഫ്ലേവറും കൊടുക്കും, അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ക്രീം ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, അത്രയും മതി. ഒരുപാട് ക്രീം ചേർത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് മൊത്തം പോവും. ഇനി ലാസ്റ്റ് നമ്മൾ കസൂരി മെത്തിയാണ് ചേർക്കുന്നത്. കസൂരി മെത്തി പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു കുറച്ച് കയ്യിലെടുത്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.